വേണ്ട പ്ലാസ്റ്റിക് കുപ്പികൾ വേണ്ട, വെള്ളത്തിന്റെ വാട്ടർ ബോട്ടിലുകളാണ്. അപ്പൊ ഈ കുപ്പികൾ വെച്ച് നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റും. പൊക്കിയെടുക്കാം, കൊണ്ട് നടക്കാം, ഓടി നടക്കാം, ചാടി നടക്കാം. അയ്യോ കരണ്ട് പോയാ? ഇല്ലാട്ടാ. അത് കണ്ട, അടിപൊളി. ഇത് കണ്ട, 2 പലക കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പലക അല്ല കേട്ടോ, അത് പ്ലൈവുഡിന്റെ കഷ്ണങ്ങൾ, പഴയതാണ്. പൊളിഞ്ഞൊക്കെ പോകാറായ പഴയതാണിത്. ഇത് കണ്ട കണ്ട. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് രണ്ട് കൂട്ടിയടിച്ചെടുക്കാനായിട്ട് ഇതാണ് ഒരു മരക്കട്ടി എടുത്തിട്ടുണ്ട്. ഇത്തിരി കനമുള്ളത്, അധികം കനമില്ല, ഇത്തിരി വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കൂട്ടിയടിച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇരിക്കണോ അതിങ്ങനെ വെക്കണോ? ലാസ്റ്റായിട്ട് ഇതേ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വെക്കാം. കണ്ട. ഇനി നമുക്ക് അടിപൊളിയായിട്ട് ഈ പലകയുടെ മുകളിൽ ആണി വെച്ച് കൊടുത്ത് അടിച്ച് ഉറപ്പിക്കാൻ പറ്റും കേട്ടോ. ഇത് ആണി എടുത്തിട്ടുണ്ട്. ആണി അടിച്ചപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മരക്കട്ടയുടെ മുകളിലേക്ക് ചെറിയ പലക എടുത്ത് വെക്കുകയാണ്. ഇതേപോലെ നേരത്തെ നമ്മുടെ ചെറിയ പലകയില്ല, അത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കണ്ട, ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ചെറിയ പൊക്കം കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ആണി അടിച്ച് കൊടുക്കാം. പ്ലൈവുഡിന്റെ പലക ആയ കാരണം വേഗം അങ്ങോട്ട് കയറി പോകണ്ട ആണി. ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കാം. വേണ്ട, അപ്പൊ നമ്മൾ അടിച്ച് റെഡിയാക്കി എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ തട്ട്, രണ്ടാമത്തെ തട്ട്. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിലാണ് നമ്മുടെ കുപ്പിയൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് അടിപൊളിയാക്കണം. ഓക്കെ, നമ്മളിതേ ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുപ്പി എടുത്തതിൻ്റെ ഒപ്പം തന്നെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായി, നേരത്തെ കാണിച്ചില്ലേ. അപ്പോൾ ഈ ബോക്സ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് തണ്ട ഈ ചെറിയ കുപ്പി ഇതേത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ കുപ്പി ഇത്തിരി വലിയ കുപ്പി ഇതേത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒട്ടിക്കണം കേട്ടോ, നമ്മൾ ഒട്ടിച്ചിട്ടില്ല, ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കാണിക്കുന്നതാണ്. കാറ്റുള്ള കാരണം കുപ്പിയുടെ നാടണം കണ്ട. എന്നിട്ട് നമുക്ക് ഇതാണ്ട ഈ വലിയ കുപ്പി പറഞ്ഞ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഒരു കുപ്പി, ഇത് ഫിനോയിലിൻ്റെ കുപ്പിയാണ് കേട്ടോ. അതിങ്ങനെ വെച്ച് കൊടുക്കാം. കൂട്ടുകാരെ ഇങ്ങനെ ചുമ്മാ വെച്ച് കാണിച്ചപ്പോൾ തന്നെ കാറ്റ് ഇതേ പണി വന്നിട്ടാ. കാറ്റ് ഇങ്ങനെയൊക്കെ അതേ തള്ളി മറിച്ചിട്ട്. അപ്പം നമ്മളിതേ ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മുകളിൽ കുപ്പി ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അതിനവള് വേണ്ട, നമ്മൾ മാസ്കിൻ ടേപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പശ വെച്ച് ഒട്ടിക്കണേക്കായി എളുപ്പം മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിക്കണതാണ്. അപ്പം നമ്മൾ മാസ്കിൻ ടേപ്പ് കുറച്ചിങ്ങനെ കീറി എടുത്തിട്ട് കുപ്പി എടുത്ത് ഇങ്ങനെ വയ്ക്കാം. വേണ്ട, കുപ്പി ഇങ്ങനെ വെച്ചിട്ട് കീറിയെടുത്ത മാസ്കിൻ ടേപ്പ് ഇതേ വേണ്ട ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. വേണ്ട, ഇനി അടുത്ത കുപ്പി എടുത്താണ്ട് നമ്മൾ വേണ്ട ആ കുപ്പി ഇതേ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കും. ആ കുപ്പിക്ക് ഇതേ കുറച്ച് മാസ്കിൻ ടേപ്പ് വെച്ച് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളൂ. ഈ മാസ്കിൻ ടേപ്പോട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്നൊന്ന് നോക്കണം കേട്ടോ, എവിടെയെങ്കിലൊക്കെ ഒട്ടാതെ പോയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എവിടെയെങ്കിലും ഒരു ആട്ടമോ ഒരു അനക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തായിട്ട് ഒന്നും കൂടി മാസ്കിൻ ടേപ്പ് കീറി ഒട്ടിച്ച് കൊടുക്കും. നല്ല സ്ട്രോങ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരുന്നോളൂ. കുപ്പിയുടെ ഈ ലോക്ക് കണ്ടില്ലേ, ഇത് നമുക്ക് പൊട്ടിച്ച് കളയാം. വേണ്ട, ഈ മാസ്കിൻ ടേപ്പ് നമുക്ക് വളരെ ഉപകാരമുണ്ട്. അധികം പൈസ ഒന്നും വരില്ല, നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ചേറ പറയാൻ നമ്മൾ മാസ്കിൻ ടേപ്പ് കീറി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണ്ടിട്ടാ. ഹരിതകർമ്മസേനയിൽ ചേച്ചിമാർക്ക് കൊടുക്കാതെ മാറ്റി വെച്ച് കുപ്പികളായിട്ട് ഇത് ഓരോന്നും ഓരോന്നൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്നു പോയിട്ടുണ്ട്. അത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പരിപാടി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതാണ്ട, അങ്ങനെ നമ്മൾ മാസ്കിൻ ടേപ്പ് കൊണ്ട് ഒട്ടിക്കൽ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ 2 കുപ്പികൾ എടുത്തിട്ടുണ്ട്. ഇതാണ്ട പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ തന്നെയാണ്. ഈ കുപ്പികൾ വെച്ച് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പുൽക്കൂട് എടുക്കാനായിട്ടുള്ള ഭാഗം റെഡിയാക്കണമെങ്കിൽ ഈ കുപ്പികൾ ആവശ്യമാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അടിഭാഗം ഒന്ന് മുറിച്ചെടുക്കണം നമുക്ക്. എന്നിട്ട് നമ്മൾ ഈ മുറിച്ചെടുത്ത ഈ കുപ്പികളുടെ കവാടം, അതായത് വാതിൽ പോലെ ചെറുതാക്കി വെട്ടിയെടുത്ത കുപ്പികളുടെ 2 വശങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട്
അതിങ്ങനെ ചേർത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചേർത്ത് വെച്ച ഭാഗത്ത് നമ്മൾ വേണ്ട മാസ്കിൻ ടേപ്പ് കീറി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ നമ്മൾ ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പുൽക്കൂടിന് ഒരു ഭംഗി കിട്ടാനും അതുപോലെ കുറച്ച് വലിപ്പം തോന്നിക്കാനാണ്. അത് ഒരു കുപ്പി മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വലിപ്പം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ 2 കുപ്പികൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നത്. ഈ പേപ്പർ ടേപ്പ് പെയിൻറ്റ് കടയിൽ ഉണ്ടാവിട്ടാ ഇവൻ്റെ നടുപുറം ഇങ്ങനെ പരല് കണക്കെ കീറി ഒട്ടിക്കുമ്പോൾ വേഗത്തിൽ പരിപാടികൾ കളറാവും. അതുകൊണ്ട് മാസ്കിൻ ടേപ്പ് പശയേക്കാൾ മിടുക്കനാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പലകത്തട്ടിൽ ഒട്ടിച്ച് രൂപപ്പെടുത്തിയെടുത്ത കുപ്പികളാണ് ഈ കാണുന്നത്. ഇപ്പോൾ എല്ലാം ഇങ്ങനെ മാസ്കിൻ ടേപ്പ് കൊണ്ട് നമ്മൾ ഒട്ടിച്ച് ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കത്രി എടുത്തിട്ട് കണ്ടോ ഓരോ കുപ്പികൾക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ വാതിലുകളും ചെറിയ ജനലുകളും നമ്മൾ രൂപപ്പെടുത്തി എടുക്കുകയാണ്. കത്രി കൊണ്ട് കട്ട് ചെയ്യാനായി ഇത്തിരി പാടാണെങ്കിൽ നമുക്ക് ബ്ലേഡ് എടുക്കാതെ ഞാനിവിടെ ബ്ലേഡ് എടുത്തിട്ടുണ്ട്. ബ്ലേഡ് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. കയ്യൊന്നും സൂക്ഷിക്കണം, കയ്യൊന്നും മുറിയരുത്. അതാണ് നമ്മൾ ആവശ്യമായിട്ട് കാണേണ്ടത്. അപ്പോൾ വേണ്ടിയില്ല നമ്മളെല്ലാ കുപ്പികൾക്കും പ്ലാസ്റ്റിക് കുപ്പികൾക്കും എല്ലാത്തിനും കൊച്ചു ജനാലയും കൊച്ചു വാതിലുകളും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ജനലും വാതിലൊക്കെ ചെറുത് തന്നെയാണ് കേട്ടോ. ചെറുത് മതി നമുക്ക്. ഇനി വലുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പാനീയം എടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് അറിയാമോ? അതാണ് കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം എടുത്തിട്ട് കണ്ട ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് മതി, ഇത്തിരി. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കണ്ട അതേ ഫെവിക്കോൾ എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ലേശം ഫെവിക്കോൾ മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫെവിക്കോൾ ലേശം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഈ കഞ്ഞി വെള്ളത്തിന് നല്ലൊരു കട്ടിയും കിട്ടും, അതുപോലെ തന്നെ നല്ല പശയും കിട്ടും. ടിഷ്യൂ പേപ്പർ. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ബുക്കിൻ്റെ പേപ്പറായാലും മതി. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ടിഷ്യൂ പേപ്പർ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ എടുത്തത്. ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച കഞ്ഞിവെള്ളം എന്ത് ചെയ്യേണ്ട കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് വേണ്ട കുപ്പിയുടെ മുകളിലായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. എല്ലാ കുപ്പികളുടെ മുകളിൽ ഇങ്ങനെ ലേശമായിട്ട് പുരട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് അവിടെ അങ്ങനെ ഒട്ടി അങ്ങോട്ട് ഇരുന്നോളൂ. ഇത് കണ്ട മാസിയുടെ ഒക്കെ പേപ്പറാണിത്. ഒരു പേപ്പറും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇവനെ ആയാലും മതിയെന്ന് കാണിക്കാനായിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. കഞ്ഞിവെള്ളത്തിൽ കുളിപ്പിച്ചെടുത്ത പേപ്പർ ഇങ്ങനെ എടുത്ത് കുപ്പികളിൽ പൊതിഞ്ഞ് കൊടുക്കാം. പെട്ടെന്നാണ് ഒട്ടി പോകും. അതാണ് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മുടെ സാധാരണ പേപ്പറാണെങ്കിൽ നമുക്കൊന്ന് പൊളിച്ചെടുത്തൊന്ന് മാറ്റി ഒട്ടിക്കാനൊക്കെ ഉള്ള സമയം കിട്ടും. പക്ഷേ ടിഷ്യൂ പേപ്പർ അങ്ങനെയല്ല, ഒറ്റ പ്രാവശ്യം ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പറിച്ചെടുക്കാൻ വലിയ പാടാണ്. ഇത് കണ്ട നമ്മൾ കുറച്ച് A4ൻ്റെ 2-3 പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ എടുത്തിട്ട് കണ്ട നമ്മുടെ ഈ താഴ്ന്ന ഭാഗമില്ലേ, നമ്മുടെ ഈ തട്ട് പോലെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിൻ്റെ ആ ഭാഗമില്ലേ, ആ വശം ഒന്ന് മറച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടത് ഇവിടെ ഇങ്ങനെ നല്ലതുപോലെ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും പശ ഈ പേപ്പറിൽ പുരട്ടി കൊടുത്താലും മതി. എന്നിട്ട് കണ്ട ഇതിലിങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ സൂപ്പറായില്ലേ? ഇപ്പോൾ മൊത്തത്തിൽ പേപ്പർ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുപ്പിയുടെ ഒക്കെ ഒരു സ്റ്റൈൽ തന്നെ മാറി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ നേരത്തെ വെട്ടി തയ്യാറാക്കി വെച്ച ജനലും വാതിലൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പേപ്പർ ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീണ്ടും ആ പേപ്പറിൻ്റെ മുകളിൽ കൂടി ആ ജനലും വാതിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ജനലെവിടെ വാതിലെവിടെ എന്നും പറഞ്ഞ് തപ്പിത്തടഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു ഏകദേശം അറിയാമല്ലോ എവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഒട്ടിച്ചേന്ന്. അപ്പോൾ ആ ഭാഗം നോക്കിയിട്ട് വിരൽ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ തന്നെ ജനലും വാതിലൊക്കെ റെഡിയാക്കി കിട്ടും നമുക്ക്. കുപ്പിയുടെ ഈ തലഭാഗമായിട്ട് വരുന്നത് മേൽക്കൂരയായിട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. കാരണം മേൽക്കൂരയായിട്ട് ഉയർന്നു നിൽക്കുന്ന കൊച്ചു വീടുകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നൊരു സ്റ്റൈലിലാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മേൽക്കൂര നമുക്ക് എന്തായാലും മേൽക്കൂരയുടെ ഭംഗി തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഈ നിറം കൂടെ പൂശി കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു കുപ്പിക്ക് വേണ്ടിയിട്ട് മഞ്ഞയും കൂടി ലേശം പൂശിയുണ്ട് കേട്ടോ. മഞ്ഞ ഈ സൈഡിലായിട്ട് ഒന്ന് പൂശി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കുപ്പിക്ക് ബ്രൗൺ പൂശിയുണ്ട്. ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കളറിലൊക്കെ ഒരു മാറ്റവും ചേഞ്ചൊക്കെ വരും. പച്ച നിറം എടുത്തിട്ട് നല്ല പൂപ്പലിൻ്റെ ഭംഗി, ഒരു പച്ചപ്പിൻ്റെ ഒരു മനോഹാരിത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടുകൾക്ക് നല്ലതുപോലെ അങ്ങോട്ട് പൂശി കൊടുക്കുകയാണ് നമ്മൾ. ഇത് കണ്ട ഫ്രണ്ടിലായിട്ട് കാണുന്ന ആ 2 കുപ്പികൾ ചേർത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ പുൽക്കൂടിൻ്റെ ആ ഭാഗത്ത് അവിടെ നല്ലതുപോലെ പച്ചപ്പ് പൂശി കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേശം ബ്രൗൺ നിറം എടുത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് പൂശിയുണ്ട്. വേണ്ട ആ ഗ്യാപ്പിലായിട്ട് കാണുന്ന വീടിൻ്റെ ഫുൾ ഭാഗമായിട്ട് അങ്ങോട്ട് പൂശിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ താഴത്ത് നമ്മൾ A4ൻ്റെ പേപ്പർ വെച്ച് മറച്ച ഭാഗമില്ല, അവിടെയൊക്കെ നല്ലതുപോലെ അങ്ങോട്ട് പൂശിയുണ്ട്. അവിടെയൊക്കെ ഒരു മണ്ണിൻ്റെ ഒരു ഡിസൈൻ വരുന്ന ഭാഗങ്ങളാണല്ലോ.
അപ്പോൾ ഒരു കുന്നിൻ മുകളിൽ ഇരിക്കുന്ന വീടിൻ്റെ ഒരു ഭംഗി കിട്ടുന്ന ഒരു ഭാഗം, അതായത് മണ്ണിൻ്റെ ഒരു ഭംഗി വേണം അവിടെ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബ്രൗൺ നിറം നല്ലതുപോലെ അങ്ങോട്ട് പൂശിയുണ്ട് ഇവിടെ. നമ്മുടെ മനസ്സിന് നിറം പിടിപ്പിക്കുന്ന കളറുകൾ ഏതും നമുക്ക് എടുക്കാം, പൂശി കൊടുക്കാം. അധികം വർണ്ണാഭമല്ലാത്തൊരു നിറം പൂശലാണ് ഇവിടെ നടക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ മേൽക്കൂരയ്ക്ക് റെഡ് കൊടുത്ത പോലെ തന്നെ ആ നിറം വീണ്ടും നമ്മൾ താഴത്തായിട്ടുള്ള 2 ആ കൊച്ചു വീടുകൾക്കും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ട് വെച്ചിട്ടുള്ള വീടുകളില്ലേ, പച്ചപ്പ് ലേശം പൂശി അവസാനിപ്പിച്ചിരുത്തിയിട്ടുള്ള വീടുകൾ, ആ വീടുകൾക്ക് നമ്മൾ കണ്ട കുറച്ച് ബ്രൗൺ എടുത്തിട്ട് ഇങ്ങനെ ഇഷ്ടികയുടെ ആകൃതിയിൽ ഇങ്ങനെ വരച്ച് അങ്ങനെ കൊടുക്കുകയാണ്. ഇത് കണ്ട അതുപോലെ തന്നെ നമ്മൾ അറ്റത്തായിട്ട് വെച്ചിട്ടുള്ള ആ മേൽക്കൂരയ്ക്കും അതുപോലെ ബ്രൗൺ പൂശി, അതുപോലെ തന്നെ കളം പോലെ ഇഷ്ടികയുടെ ഒരു ആകൃതിയിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു. പച്ചപ്പ് സൈഡിലായിട്ടൊന്ന് ലേശം പൂശി, അങ്ങനെ നമ്മളിത് രൂപപ്പെടുത്തിയെടുത്ത നമ്മുടെ കുപ്പികൾ വെച്ചിട്ടുള്ള പുൽക്കൂടിൻ്റെ ഭംഗിയാണ് ഈ കാണുന്നത്. പൊക്കിയെടുക്കാം, തലയിലേറ്റാം, ചുമലിലേറ്റാം, എവിടെയും കൊണ്ടു നടക്കാം. ഇതാണ് നമ്മുടെ സിമ്പിൾ പുൽക്കൂട്. ഇനി നമ്മുടെ ചെടിയുടെ ചെറിയൊരു കമ്പ് ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്തൊക്കെ വേണമെങ്കിലും ഭംഗി കൂട്ടണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം. 2 മരക്കമ്പിൻ്റെ ഒരു ആകൃതി തോന്നിപ്പിക്കുന്ന ചെടിയുടെ 2 കമ്പുകൾ നമ്മൾ ഒടിച്ചെടുത്തിട്ട് നമ്മളിതേ സൈഡിലായിട്ട് ഇതേപോലെ പശ വെച്ച് പ്ലസ് ക്യൂക്ക് വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ 2 മരക്കമ്പുകൾ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. 2 കൊച്ചു മരങ്ങൾ നല്ല അടിപൊളിയായിട്ട് വീടുകൾക്കിടയിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഒരു ഭംഗി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊരു മരത്തിൻ്റെ കീഴായിട്ട് നമ്മൾ കുറച്ച് കരിങ്കല്ലിൻ്റെ കഷ്ണങ്ങൾ, കൊച്ചു കല്ലുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1-2 കൊച്ചു പുല്ലിൻ്റെ ചെറിയ കട്ടകളിൽ ചെറുത്, അത് വേണ്ട ഇങ്ങനെ ഓരോന്നിങ്ങനെ പറിച്ചെടുത്തത് നമ്മൾ ഇതേ കൊണ്ടുവന്ന് അതുപോലെ വീടിൻ്റെ സൈഡിലും അതേപോലെ തന്നെ വീട്ടിലേക്ക് കയറുന്ന ആ ഓരത്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അധികം വലിയ മേക്കപ്പിൻ്റെ ഭംഗിയൊന്നും നമ്മളിവിടെ കൊടുക്കുന്നില്ല, ചെറിയൊരു ഭംഗി മാത്രം നമ്മൾ കൊടുക്കുന്നു. വലിയൊരു ആർഭാടകരമായിട്ടുള്ളൊരു പുൽക്കൂടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു പുൽക്കൂടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ കൊച്ച് വൈക്കോലിൻ്റെ കെട്ടുകളായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചത് ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചകിരി നാരുകൾ ഇതേ അകത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഉണ്ണീശോനെ എടുത്തിട്ടുണ്ട്. കണ്ട ഉണ്ണീശോനെ എടുത്ത് അവർക്ക് 2 പേർക്ക് നടുവിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിതാവിനും മാതാവിനും നടുവിലായി അങ്ങനെ നമ്മുടെ ഉണ്ണീശോ പുഞ്ചിരിയോടെ കിടക്കുന്നുണ്ട്. ഉണ്ണീശോയുടെ അരികിലായിട്ട് ഒരു കഴുതക്കുട്ടിയും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണീശോനെ വെച്ച സ്ഥിതിക്ക് നമ്മളിതേ മാലാഖേനെ എടുത്തിട്ടുണ്ട്. മാലാഖേനെ നമ്മുടെ 2 കുപ്പികൾ ചേർത്ത് ഒട്ടിച്ച് വെച്ചാൽ വീടിൻ്റെ മുകളിലായിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജാക്കന്മാരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ആട്ടിടയന്മാരെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാജാക്കന്മാർ അണിനിരന്ന് വന്ന് നമ്മുടെ ഉണ്ണീശോനെ നോക്കുന്നു. അതുപോലെ രാജാക്കന്മാർ വന്ന് ഒട്ടകമരികിലുണ്ട്. അതുപോലെ ആട്ടിടയന്മാർ ഓടി വന്ന് നോക്കുന്നു. മാലാഖ ഇങ്ങനെ മുകളിൽ വിരിഞ്ഞു നിൽക്കുന്നു. എല്ലാം സന്തോഷകരമായി അങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ആട്ടിടയന്മാരെ രാജാക്കന്മാരെയൊക്കെ ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെച്ചതുപോലെ തന്നെ വയ്ക്കണമെന്നൊന്നുമില്ല. അപ്പം നക്ഷത്ര കണ്ണുള്ള രാവിലെ അങ്ങനെ നമ്മുടെ ഉണ്ണീശോ പിറന്ന സന്തോഷം എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു ഭംഗിയായിട്ട് നമ്മളങ്ങനെ കൊച്ചു പുൽക്കൂട്ടിൽ ഇങ്ങനെ ഒരുക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ എല്ലാവർക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ പുൽക്കൂട്? അടിപൊളിയായില്ലേ? ഇതേ കയ്യിലെടുത്ത് പൊക്കി ഉയർത്തി ഇങ്ങനെ കൊണ്ടു നടക്കാനൊക്കെ പറ്റും കേട്ടോ. ഈസി ആയിട്ട് പറ്റും. ഒട്ടും കനമില്ല നമ്മുടെ പുൽക്കൂടിന്. അതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ പ്രത്യേകത. പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ചുണ്ടാക്കിയാണ് കാരണം ഒട്ടും കനമില്ല കേട്ടോ, ഒട്ടും കനമില്ല. ഇനി നമുക്കിതിരി കളർ ലൈറ്റൊക്കെ കൊടുത്ത് വർണ്ണാഭമാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ LED ലൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ പഴയ LED ആണ്. എന്നിട്ട് LED ലൈറ്റ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുപ്പിയുടെ ബാക്കിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ട, അത് ഈ കട്ട് ചെയ്ത് കൊടുത്താണ് ഹോൾ കണ്ട. അതിൻ്റെ അകത്തേക്ക് ഒരു 2-3 LED ലൈറ്റുകളായിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ തിരികെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതേപോലെ എല്ലാ കുപ്പിയുടെ ബാക്കിലും നമ്മളിങ്ങനെ ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഹോളിലേക്ക് കൂടിയാണ് നമ്മളിങ്ങനെ 2-3 ലൈറ്റുകളായിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇതിൽ ഈ ലൈറ്റിൻ്റെ വയറിൻ്റെ ഭാഗമൊക്കെ കാണാത്ത രീതിയിൽ തന്നെ നമ്മൾ ബാക്കിൽ ഇങ്ങനെ ചുരുട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ എല്ലാ കുപ്പിയുടെ അകത്ത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ കാണുന്ന കാഴ്ചയാണ് കാണുന്നത്. കണ്ട, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? നല്ല ലൈറ്റ് കത്തുമ്പോൾ നമ്മുടെ ലൈറ്റ് റെഡ് ലൈറ്റാണ്, റെഡല്ല പിങ്ക് കൂടിയ ലൈറ്റാണ്. അപ്പോൾ അതിങ്ങനെ കത്തുമ്പോൾ ഉള്ള ഭംഗിയാണ് ഈ കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കണ്ട, നല്ല ഭംഗിയിൽ നല്ല രസമായിട്ട് നമുക്കിങ്ങനെ നമ്മുടെ പുൽക്കൂട് കണ്ട് ആസ്വദിക്കാനായിട്ടുള്ള ഒരു കൊച്ചു പുൽക്കൂടാണ് ഈ ഒരുക്കിയിരിക്കുന്നത്. മറ്റ് ക്രിസ്മസ് ക്രിബിനെ പോലെ അല്ല ഈ പുൽക്കൂട് പെട്ടെന്നൊന്നും നശിച്ചോ ചീത്തയായോ ഒന്നും പോകില്ല. അപ്പോൾ നമുക്ക് വരും ക്രിസ്മസ് കാലത്തേക്ക് ഒരുക്കി വെക്കാവുന്ന ഒരു കൊച്ചു പുൽക്കൂടാണ് ഈ ക്രിസ്മസ് ക്രിബ്. അല്ല പിന്നെ
പുൽക്കൂട് നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം നൽകുന്ന ഒരു കൊച്ചു പുൽക്കൂടാണ്. ഈസി ആയിട്ട് നമുക്ക് എവിടെയും കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പുൽക്കൂട്. നമ്മളങ്ങനെ ചുറ്റുമുള്ള ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടെ നമ്മുടെ പുൽക്കൂട് മാത്രം തെളിയിച്ചിട്ടാ. അപ്പോൾ നോക്കിയേ, അടിപൊളിയായില്ലേ? ഇരുട്ടിലങ്ങനെ കളർഫുള്ളായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് വർണ്ണാഭമായി അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ പുൽക്കൂട്. അങ്ങനെ ഇരുട്ടിലങ്ങനെ വിളങ്ങി നിൽക്കുന്ന നമ്മുടെ പുൽക്കൂട്. ഡിങ്ക് ഡിങ്ക് ഡിങ്ക അടിങ്ക് ഡിങ്കാ ടിഡിൻ 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 ടാ ടിഡിൻ ടിഡിൻ ടാ. നമുക്കിപ്പോൾ ഒരു ഡാൻസിൻ്റെ മൂടൊക്കെ വരുന്നൊരു ഭംഗി കിട്ടിയല്ലേ? ഇങ്ങനെ ഇരുട്ടിലിങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നൊരു ഭംഗി പുൽക്കൂടിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട് ഇരുട്ടിലിങ്ങനെ വർണ്ണാഭമായിട്ട് ഇങ്ങനെ തെളിയിച്ചപ്പോൾ, അതായത് LED ലൈറ്റുകൾ തെളിയിച്ചപ്പോൾ കിട്ടിയ ഭംഗിയാണ് ഈ കാണുന്നത്. ഇതേപോലെ നമുക്ക് അടിപൊളിയാക്കാം. ഇത് ലൈറ്റ് ഇടുമ്പോൾ നോക്കിക്കോട്ടെ, ലൈറ്റ് ഇടുമ്പോൾ ഇത് ഇങ്ങനെ ആയി, കണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുപ്പികൾ കാണും, പ്ലാസ്റ്റിക് കുപ്പികൾ ഇഷ്ടംപോലെ കിട്ടും. അതുപോലെ തന്നെ അയൽപക്കങ്ങളിൽ നിന്ന് കിട്ടും, റോഡിനരികളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഈ കിട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് ഇങ്ങനെ വൃത്തികേടാക്കി നമ്മുടെ പരിസരം മലിനമാക്കാതെ നമുക്ക് ഇതേപോലുള്ള പുൽക്കൂട് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, അടിപൊളിയാണ്, സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്, നമുക്കൊരു എന്താ പറയുക, ഒരു മനസ്സിൻ്റെ അകത്തൊരു മഞ്ഞ് പൊഴിഞ്ഞൊരു സന്തോഷം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ പുൽക്കൂടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും എല്ലാവരും കമൻറ്റുകളായിട്ട് അറിയിക്കണം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം. നമുക്ക് പുതുപുത്തൻ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും 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 കണ്ടുമുട്ടാം. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നവരേക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ. നമുക്ക് വീണ്ടും കാണാം കേട്ടോ.